ക്യാപ്സ്യൂളിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇപ്പൊ മഴക്കാലാണ്. നമ്മുടെ റോട്ടിലാണെങ്കിലും പറമ്പിലൊക്കെ ആണെങ്കിലും ഒരുപാട് വെള്ളം കയറിയിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ നമ്മൾ മഴക്കാല രോഗങ്ങളെ പറ്റി എല്ലാവരും ബോധവാന്മാരായിരിക്കണം. അതില് ഞാൻ ഏറ്റവും വില്ലൻ എന്ന് കരുതുന്നത് എലിപ്പനിയാണ്. എലിപ്പനി എന്താണ്? എലിപ്പനീനെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം? എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ എലിപ്പനി വരാതെ നമുക്ക് എങ്ങനെയൊക്കെ നോക്കാം? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണ് എലിപ്പനി? എലിപ്പനി എന്ന് പറയുമ്പോൾ പ്രധാനമായും ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മനുഷ്യരിൽ വരുത്തുന്ന ഒരു അസുഖമാണ് എലിപ്പനി. ഇതൊരു ജന്തുജന്യ അസുഖമാണ്. അതായത് സൂണോട്ടിക് ഡിസീസ് എന്ന് നമ്മൾ പറയും. ഈ മൃഗങ്ങളുടെ, അതായത് പ്രധാനമായും എലി, പിന്നെ കന്നുകാലികൾ, വന്യമൃഗങ്ങൾ വിസർജ്യത്തിലൂടെയും മൂത്രത്തിലൂടെയുമാണ് ഈ ഒരു അസുഖം മനുഷ്യരിലേക്ക് എത്തുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ കൈകാലുകളിൽ എന്തെങ്കിലും മുറിവുണ്ടെന്ന് കരുതുക. അപ്പോ ഈ മൃഗങ്ങളുടെ വിസർജ്യമൊക്കെ ആയിട്ട് കോണ്ടാക്ട് വന്നിട്ടുള്ള മണ്ണോ അല്ലെങ്കിൽ മലിനജലമോ നമ്മളുമായിട്ട് കോണ്ടാക്ട് വന്നാൽ ആ ഒരു മുറിവിലൂടെയാണ് ഈ ബാക്ടീരിയ പ്രധാനമായിട്ടും നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതാണ് എലിപ്പനിനെ പറ്റിയുള്ള ഒരു ചെറിയ ബേസിക് ഐഡിയ. ഇനി എലിപ്പനിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും പറയാനുള്ളത് കടുത്തമായ വിട്ടുമാറാത്ത പനിയാണ്. പിന്നെ അതുപോലെ തന്നെ ഛർദി വരും. പിന്നെ കണ്ണിനൊരു ചുവപ്പ് നിറം ബാധിക്കും. പിന്നെന്താ മേലുവേദന, തലവേദന, ഇതൊക്കെയെല്ലാമാണ് നമ്മുടെ എലിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇത് കലശമായി കഴിഞ്ഞാലാണ് നമ്മുടെ ശരീരത്തിൽ മഞ്ഞപ്പിത്തം കണ്ടുവരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എലിപ്പനിയുടെ ലക്ഷണം. എലിപ്പനി എങ്ങനെ നമുക്ക് വരാതെ നോക്കാം? എലിപ്പനിയുടെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതായത് മലിനമായ ജലവും മലിനമായ മണ്ണുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് ഈ ഒരു അസുഖം നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക വ്യക്തി ശുചിത്വമാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു മണ്ണും അല്ലെങ്കിൽ മലിനമായ ജലമായിട്ട് നമുക്ക് കോണ്ടാക്ട് വന്നാൽ നമ്മൾ വൃത്തിയായി കുളിക്കുക. ജലവും പിന്നെ അതുപോലെ തന്നെ സോപ്പും ഉപയോഗിച്ച് കൈകാലുകൾ വൃത്തിയായി കഴുകിയതിനു ശേഷം വേണം ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ വീട്ടിലേക്ക് കടക്കുവാനായിട്ട്. ഇപ്പൊ നമ്മുടെ കൈകാലുകളിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെന്ന് കരുതുക. കൃഷിയിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രധാനമായും ഈ ഒരു അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് കയ്യുറയും കാലുറയും ധരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി മരുന്ന് വെച്ച് അത് കവർ ചെയ്ത് വെക്കണം. ഈ ഒരിക്കലും കൈകാലുകളിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മണ്ണിലും അതുപോലെ തന്നെ മലിനമായ ജലത്തിലും ഇറങ്ങരുത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ പോഷകാഹാരം, ആ ഒരു ആഹാര ശൈലിനെ പറ്റിയാണ്. എന്ത് അസുഖമായിക്കോട്ടെ, എലിപ്പനി ആയിക്കോട്ടെ, എന്ത് മഴക്കാല അസുഖങ്ങൾ വന്നാലും അതിനെ തടയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇമ്മ്യൂണിറ്റി വേണം. അപ്പൊ നമ്മൾ നന്നായി നല്ല പോഷകാഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ വളർത്തിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ അസുഖങ്ങളെയും നമുക്ക് തടയാനായിട്ട് സാധിക്കും. പിന്നെ മെഡിക്കലി ഇതിനൊരു പ്രിവെന്റീവ് മെഷർ ഉണ്ട്. അത് ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ഒരു ഗുളികയാണ്. ഇപ്പൊ എലിപ്പനി വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്, അതായത് ചുറ്റുപാടും എലിപ്പനിയൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് കരുതുക. അല്ലെങ്കിൽ എലിപ്പനി വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ഗുളിക ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ്. എലിപ്പനി വന്നാലും നമ്മൾ ഈ ഒരു ഗുളിക തന്നെയാണ് കൊടുക്കുന്നത്. ഇനി എലിപ്പനി വരാതിരിക്കാനും നമുക്ക് ഈ ഒരു ഗുളിക കഴിക്കാം. അതും ഒപ്പം തന്നെ പറയുകയാണ്, നമ്മൾ ആരോഗ്യ വിദഗ്ധരുടെ, ഡോക്ടേഴ്സിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം വേണം നമ്മൾ ഈ ഒരു ഗുളിക പ്രിവെന്റീവ് മെഷർ ആയിട്ട്. ഇത്രയും കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ എലിപ്പനി വരാതെ നോക്കാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമാവധി ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.